ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
കുംഭം രാശി. കുംഭം രാശിയിലുള്ള 3 നക്ഷത്രങ്ങൾ: അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം എല്ലാ 4 പാദങ്ങളും, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. 2025, 2026 എന്ന കാലഘട്ടം നിങ്ങൾക്ക് ഏഴര ശനിയുടെ 3ാമത്തെ ഭാഗം ആരംഭിച്ചിരിക്കുകയാണ്. അവസാനത്തെ 2.5 വർഷമാണ്. അതായത് ശനി നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതുവരെ ജന്മശനിയായിരുന്നു. കുംഭം രാശിയുടെ രാശിനാഥനാണ് ശനി. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു 5 വർഷം നിങ്ങൾക്ക് കുറച്ചധികം കഷ്ടതകൾ വന്നിരിക്കാം. എന്തിലാണ് കഷ്ടതകൾ വന്നിരിക്കാൻ സാധ്യതകൾ കൂടുതൽ? നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെയധികം കഷ്ടതകൾ നിങ്ങൾക്ക് വന്നിരിക്കാം. കഴിഞ്ഞ ഒരു 2.5 വർഷത്തിൽ മാക്സിമം. അത് ഇപ്പോൾ നിങ്ങൾക്ക് മാറി 2ാം ഭാവത്തിലേക്ക് ശനി വരികയാണ്. അതുകൊണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തലയിൽ ഒരു 10 കിലോ ഭാരം ഉണ്ടെങ്കിൽ അത് 5 കിലോയായി കുറഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ലതാണോ അതോ മോശമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ മാത്രമാണ് ശനിയുടെ ഈ മാറ്റം നിങ്ങൾക്ക് പ്രയോജനമായി മാറുന്നത്. അതേസമയം നിങ്ങളുടെ വരുമാനം കൂടാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് മാറുമോ? ഇല്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ സ്ഥാവര ജംഗമ വസ്തുക്കൾ നിങ്ങൾ വിറ്റ് അതുപോലെ ഉള്ള വരുമാനം കൂടാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അത് ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിൽ വീഴുന്നതും നിങ്ങളുടെ ഗുരുവിന്റെ ദൃഷ്ടി 9, 11 വീഴുന്നത് അത് നിങ്ങളുടെ വരുമാനം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എന്തെങ്കിലുമുള്ള ഒരു പഴയ വീടോ അല്ലെങ്കിൽ പഴയ പറമ്പോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടണത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്തായിരിക്കാം. പക്ഷേ അതൊരു പഴയ വീടായിരിക്കാം. അപ്പോൾ ആ സ്ഥലം വിറ്റ് നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ മേടിക്കുകയോ ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നുണ്ട്. ഗുരു നിങ്ങളുടെ 5ാം ഭാവത്തിൽ വരുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ലതാണ്. ഗുരു 5ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വ പുണ്യ ഭാവമാണ്. കുട്ടികളുടെ സ്ഥാനം കാണിക്കുന്ന ഭാവമാണ് 5ാം ഭാവം. അതിൽ ഗുരു എന്ന ഒരു നല്ല ഗ്രഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിതൃ സ്വത്തുക്കൾ വരാനുള്ള സാധ്യതകൾ കാണുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ പുണ്യങ്ങൾ വർദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാ പുണ്യങ്ങളും വരാനുള്ള സാധ്യതകൾ കാണുന്നു. കുട്ടികൾ മൂല്യമുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു. ഇതൊക്കെ നല്ലതാണ്. രാഹു നിങ്ങളുടെ ജന്മത്തിലേക്ക് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മെയ് 19 തീയതി മാറുകയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സ് രീതിയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കേതു 7 മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള തർക്കങ്ങൾ കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവിടെയും പാർട്ട്ണറുടെ കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കി മുന്നോട്ട് പോവുക. അപ്പോൾ കുംഭം രാശിക്ക് ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ്. വരുമാനം കൂടാനുള്ള സാധ്യതകൾ കാണുന്നു. സ്വന്തം ഗൃഹത്തിലും അതേപോലെ തന്നെ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചിരിക്കുക എന്നത് നിങ്ങൾ നോക്കേണ്ടതാണ്. ആരോഗ്യം കുറച്ചുകൂടെ നന്നായിട്ട് നോക്കേണ്ട സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയം, അതേപോലെ തന്നെ വയറിന്റെ ഭാഗങ്ങൾ, ലിവർ, ബോൺസ്, ഇതൊക്കെ നിങ്ങൾ ഒരു ആനുവൽ ചെക്കപ്പ് എടുത്ത് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും. അടുത്ത വർഷം നിങ്ങൾക്ക് ഗുരു 6ലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കാനുള്ള മാർഗരേഖയാണ് ഇപ്പോൾ തരാനുള്ളത്. ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് റിസർച്ചും അതുപോലെയുള്ള ഒരുപാട് സമയവും ഇതിനായി ചെലവഴിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും കഴിവിട്ടതും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കുംഭം രാശിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ജാതക രീതിയിലുള്ള എല്ലാ കൺസൾട്ടേഷനും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.